ലോകരാഷ്ട്രങ്ങളെയാകെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഒരു കടുത്ത വിവാദ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ കപ്പലുകൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധത്തിന് ഒമാൻ ഏതെങ്കിലും വിധത്തിൽ തടസ്സം നിന്നാൽ ആ രാജ്യത്തെ ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രംപ് പരസ്യമായി ഭീഷണി മുഴക്കിയത്. പ്രമുഖ മാധ്യമമായ ഫോക്സ് ന്യൂസിന് നൽകിയ ഫോൺ അഭിമുഖത്തിനിടയിലാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ ആകെ പിടിച്ചുകുലുക്കിയ ഈ പരാമർശം അദ്ദേഹം നടത്തിയതും. ഒമാൻ തടസ്സം നിൽക്കുകയാണെങ്കിൽ അവരെ ഞങ്ങൾ ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രംപ് വളരെ വ്യക്തമായി പറഞ്ഞത്. നിലവിലുള്ള ഉപരോധം ഇറാനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നുമുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പ്രത്യേക സമയപരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ തനിക്ക് ഒട്ടും തിടുക്കമില്ലെന്നുമാണ് അഭിമുഖത്തിൽ ട്രംപ് പ്രതികരിച്ചത്. ഇറാനുമായുള്ള യുദ്ധം ഇതിനോടകം 6 മാസത്തോളമായി നീണ്ടു നിൽക്കുകയാണെങ്കിലും ഇതുവരെയും ഒരു ഒത്തുതീർപ്പിലെത്താൻ ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. സമാധാനം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തിവന്ന നയതന്ത്ര ചർച്ചകളെല്ലാം നിലവിൽ പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. ഇതിനിടയിലാണ് ഹോർമൂസ് കടലിടുക്കിൽ ഇടയ്ക്കിടെയുണ്ടാകുന്ന കനത്ത ഏറ്റുമുട്ടലുകൾ എണ്ണ ഉൾപ്പെടെയുള്ള ആവശ്യ ചരക്കുകളുടെ ആഗോള നീക്കത്തെ സാരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിർണായക ഘട്ടത്തിലാണ് ഗൾഫ് രാജ്യങ്ങളൊന്നായ ഒമാനെതിരെ നേരിട്ട് ബോംബ് ഭീഷണി മുഴക്കിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് രംഗത്തെത്തിയതും. അമേരിക്കയുടെ കടുത്ത നിലപാടും പരസ്യമായ ഭീഷണിയും മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥയെ കൂടുതൽ ഭീകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന ആശങ്കയിലാണിപ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്.